ഏപ്രിൽ 9 ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ പാല് കാച്ചാൻ സാധിച്ചു എന്നതിൽ സന്തോഷം. ഏപ്രിൽ വിഷുവിൻ്റെ മുമ്പായിട്ട് വീട് താമസം നടത്തണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. കുറേ പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, കിച്ചണിലൊന്നും ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടില്ല. തൽക്കാലം നമ്മൾ വിഷുവിന് മുമ്പ് കയറാന്നുള്ളതിൽ കയറി. ഇപ്പോൾ പാല് കാച്ചിയാലല്ലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൽ ഞങ്ങൾ പാല് കാച്ചി കയറി. അതാണ് ആൾക്കാരെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് വീട്ടുകാരെ മാത്രമെങ്കിലും ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചു. ചില സാങ്കേതിക കാരണങ്ങളാൽ പണി അത്യാവശ്യം കുറച്ച് സ്ഥലത്ത് മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കാരണം അവരെയും കൂടെ വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി വെച്ചതിന് ശേഷം പിന്നീട് മൊത്തം പണി കഴിഞ്ഞിട്ട് വലിയൊരു ഫങ്ഷൻ വെക്കാം എന്നുള്ള ഒരു ധാരണയിലാണ്. സാധിക്കുമെന്നറിയില്ല, സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഒത്തിരി പണികളുണ്ട് ഇനിയും. നമ്മൾ വന്നിരുന്നുകൊണ്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വിഷുവിന് മുമ്പ് കയറണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ വിചാരിക്കണം. അപ്പം നമ്മുടെ വർക്കേഴ്സിന് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ സെക്ഷനും. അപ്പോൾ ഓരോ സെക്ഷനും കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ വരണ വരെ ഓരോരുത്തരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതായത് ടൈലിൻ്റെ പണിക്കാരെ കിട്ടുമ്പോൾ അടുത്ത ഗ്രില്ലിൻ്റെ പണിക്കാരെ കിട്ടില്ല, അത് കഴിഞ്ഞാൽ അടുത്ത പണിക്കാരെ കിട്ടില്ല. അങ്ങനെ ഭയങ്കര ടൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാം ഈ വിഷുവിൻ്റെ തിരക്കല്ലേ, പിന്നെ പെരുന്നാളും എല്ലാം ആകുമ്പോൾ അവരും തിരക്കിലാണ്, വർക്കേഴ്സും തിരക്കിലാണ്. അപ്പോൾ മൊത്തത്തിലാകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സ്ലോ വന്നു നമ്മളുടെ പണിക്ക്. അപ്പം എന്തായാലും ഇനി ബാക്കി വന്നിരുന്നുകൊണ്ട് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിൽക്കും തോറും ഇനി മോൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പം നമ്മൾ അവിടെ ഇവിടെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ പിന്നെ കുറച്ച് പണി നമ്മൾ എടുത്താലും വേണ്ടില്ല, അവൻ്റെ ഭാവി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പം അത് കാരണം ഞങ്ങൾ പോന്നു. ബാക്കിയുള്ളതൊക്കെ നമ്മളിവിടെ വന്നിരുന്നിട്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് അവസാനിപ്പിക്കണം. ഇനി കുറച്ച് ടൈലൊട്ടിക്കാൻ കിച്ചണിൽ, അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയും പാച്ച് വർക്ക്, പിന്നെ കബോർഡ് വർക്കാണ് ഇനി മെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ടൈലിൻ്റെ കിച്ചണിൻ്റെ പണി കഴിഞ്ഞാലേ നമുക്ക് കബോർഡ് വർക്ക് മുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം റൂമിലെ കബോർഡ് വർക്ക്. അങ്ങനെ കുറച്ച് പണികൾ ബാലൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച കാരണം കുറച്ച് ബുദ്ധിമുട്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണം റൂമിലേക്ക് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, അപ്പം എല്ലാം സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പാല് കാച്ചലിന് നമ്മളുടെ ഒരു നൈബർ ഉണ്ടായിരുന്നു. ആളാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം റെഡിയാക്കി തന്നത്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പാല് കാച്ചി. അപ്പോൾ വലത്തോട്ടാണ് പോയത്. അതിന് ശാസ്ത്രീയ വശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. രാത്രിയും പകലും ഒക്കെ പണിക്കാരുള്ള കാരണം നമുക്ക് വീഡിയോ ചെയ്യാനും ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഫുൾ ടൈം പണിക്കാരാണ്. അപ്പോൾ ശബ്ദവും ഡ്രില്ലറിൻ്റെയും അങ്ങനെ കട്ട് ചെയ്യുന്ന മെഷീൻ്റെ ഒക്കെ ശബ്ദം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാത്രി 10-11 മണി വരെ പണി ഉണ്ടായിരുന്നു 2-3 ദിവസമായിട്ട്. ഇന്നാണ് ഇപ്പോൾ ആരും ഇല്ലാത്തത്. പാല് കാച്ചിൽ നമ്മൾ ഏകദേശം പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് അവർ വെച്ചിട്ടില്ല, ഇനി നാളെ ഉണ്ടാവും. ഇന്ന് കുറച്ച് പണിക്ക് വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോക്ക് അങ്ങനെയുള്ള കുറച്ച് പണികൾ, അത് കഴിഞ്ഞ് പിന്നെ ഇനി നാളെ തൊട്ട് തുടങ്ങും. അപ്പോൾ കുറച്ച് ദിവസം തിരക്കിലാണ്. വീഡിയോ ഒന്നും ആരുടെയും ഇടാൻ പറ്റുന്നില്ല. എനിക്ക് കുറേ പേരുടെ ഞാൻ കാണാറുണ്ട്, അതും കാണാൻ പറ്റുന്നില്ല. വേറെ ചടങ്ങുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ചെറിയൊരു അവിയലും ഒരു പരിപ്പ് കറി ഉണ്ടാക്കി, പപ്പടം വറുത്തു, ഭക്ഷണം കഴിച്ചു. 2 ദിവസമായി വന്നിട്ട് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. പാല് കാച്ചാതെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേഗം ആ പരിപാടി കഴിച്ചു, നമുക്ക് കുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയുക. നൈബേഴ്സിനൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. കുറച്ച് പേരെ അറിയാം, ഇടയ്ക്ക് സൈറ്റിൽ വന്നിട്ട് കുറച്ച് പേരെ അറിയാം. പിന്നെ അടുത്തുള്ളവരൊക്കെ അതേ ഇന്ന് രാവിലെ ഒരാൾ എന്നാ വന്നേ ചോദിച്ചാൽ അങ്ങനെ പുതിയ ആൾക്കാരെ ഒക്കെ കണ്ട് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പുറത്ത് പോകണം. അപ്പോൾ ആരും കാണാനും പറ്റുന്നില്ല. പിന്നെ ഇവിടെ നല്ല ബഹളമല്ലേ. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. കാരണം നല്ല പണിയും ബഹളമാണ് രാത്രി വരെ. അപ്പോൾ എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം പിടിക്കണം ഇത് ഈ വീടൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് മൊത്തത്തിലൊന്ന് സെറ്റാവാൻ. ഇപ്പോൾ സാധനങ്ങൾ തന്നെ ഒന്ന് കിച്ചണിലൊന്ന് താഴെ മാത്രമാണ് കിച്ചണിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ മുകളിൽ വർക്കുണ്ട്. അപ്പോൾ താഴെ മാത്രം പാത്രമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്
ഇനി മുകളിൽ ഉണ്ടാക്കുമ്പോഴേ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡർ കറക്റ്റ് ആവുള്ളൂ. അപ്പോഴാണ് ഇപ്പം തൽക്കാലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വർക്ക് ഏരിയയിലാണ് നമ്മൾ ഈ അടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പാലൊക്കെ ദേ നന്നായി തിളച്ച് പൊന്തി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ പഴയ ആ ഒരു സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും തോന്നുന്നു. അങ്ങോട്ട് സെറ്റായിട്ടില്ല. നമ്മൾ മൊത്തത്തിൽ മെൻ്റലിയും ഈ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ്ഡാണ്. അപ്പോൾ അതേ നമ്മളുടെ പാലൊക്കെ റെഡി, നന്നായി നല്ല രീതിയിൽ തന്നെ നന്നായി തിളച്ച് പോയി. അപ്പോൾ പാല് കാച്ചൽ ചടങ്ങ് മനോഹരമായി കഴിഞ്ഞു. അപ്പോൾ പാല് കാച്ചൽ കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ ബായ് പറഞ്ഞു പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ ബൈ.